കൊല്ലപ്പള്ളി എഴുന്നേക്കണോ? നീ വലിയ വില്ലനാണല്ലേടാ. എന്താ റോള് വല്ലതും ഉണ്ടോ കയ്യിൽ? നീ എന്റെ വീട്ടിൽ വന്നിരുന്നോ? നിന്റെ വീട്ടിൽ ആരും വന്നോടന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടോ? നീ അവളെ കാണാൻ വന്നതല്ലേടാ. എന്താ രോഹിണിയെ കാണാൻ കൊള്ളില്ലേ? നല്ല ഐശ്വര്യമുള്ളൊരു പെണ്ണ്. നിന്നോടൊന്നിച്ച് താമസിക്കുന്നതൊരു ദോഷം മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നു ഞാൻ പൊളക്കടാ. എവിടെ എനിക്ക് പൊളക്കണ്ട്? പൊളന്നു നിന്നെ ഓർത്തില്ലെങ്കിൽ ഈ കമ്പനി വക്കിച്ച് എനിക്ക് ഓർമ്മിക്കണം. ഇവിടെ വക്കച്ചൊന്നും ഇല്ലല്ലോ, ഞാനല്ലേ ഉള്ളൂ. എന്നെ അങ്ങ് ഓർത്താ മതി. നീ എടുത്താ പൊങ്ങത്തില്ലേപ്പാ. നിന്റെ പാട് നോക്ക്. കളിയടാ. അതിനുശേഷം നിങ്ങൾ മാനസികമായി നല്ല അടുപ്പത്തിലല്ലായിരുന്നോ? അല്ലായിരുന്നു. ഇനിയിപ്പോ അയ്യപ്പൻ മരിച്ച നിലയ്ക്ക് രോഹിണിയെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം അല്ലേ? അതിനിപ്പോ അയ്യപ്പൻ മരിച്ചിട്ടില്ലല്ലോ സാർ. മരിച്ചിട്ടില്ലെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പാണ് സാർ. എന്താ ഉറപ്പ്? ഉറപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അയ്യപ്പൻ മരിക്കത്തക്ക കാര്യങ്ങളൊന്നും ഉണ്ടായതായിട്ട് അറിവില്ല. അതൊരു നല്ല ഉറപ്പല്ല. അതിരിക്കട്ടെ, അയ്യപ്പനെ കാണാതെ വിവരത്തെ കുറിച്ച് രോഹിണി എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞോ? ഇല്ല. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചോ രോഹിണിയോട്? ചോദിച്ചില്ല. നിങ്ങൾ അവസാനം അയ്യപ്പനെ കാണുന്നത് എപ്പോഴാ? എന്തായി നോക്കുന്നേ? അല്ല, അവസാനമായി കണ്ടത് എപ്പോഴാണെന്ന് ഓർമ്മിച്ചെടുക്കുകയായിരുന്നു. അയ്യപ്പൻ എങ്ങനെ മരിച്ചെന്നാ നിങ്ങൾ പറഞ്ഞത്? മരിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല സാർ. ഓ, ജീവിച്ചിരിപ്പുണ്ടാവുന്നാണല്ലോ പറഞ്ഞത്. ശരി, നിങ്ങൾ പോയി വരുണനോട് വരാൻ പറയും. ഓരോരുത്തന്മാർ എവിടെങ്കിലും പോയി ഒളിച്ചിരിക്കും. അതിന്റെ ബുദ്ധിമുട്ട് നമുക്കും. എന്തൊരു ബോർ ഏർപ്പാടാണിത്. ഗുഡ് മോർണിംഗ് സാർ. സാർ ഇവിടുന്ന് ബോറടിച്ചായിരിക്കും അല്ലേ? അവരോട് ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ നോക്കുമോ? ചായ എടുത്തിട്ടെ സാർ? എഴുന്നേക്കടാ. നിന്നോട് ഇരിക്കാൻ പറഞ്ഞു? ഇല്ല. പിന്നെ ഇരുന്നതോ? കസേര കണ്ടതുകൊണ്ട് ഇരുന്ന് പോയതാണ്. കസേര കണ്ടാ നീ അപ്പ ഇരിക്കുമല്ലടാ? സാധാരണ എങ്ങനെയാണ്? എന്നാ ഇരിക്കും. വേണ്ട സാർ, നിന്നോളാം. ഇരിക്കാൻ പറഞ്ഞ ഇരുന്നോളാം. ഇല്ലടാ. നീ വലിയ കോമഡിയനാണ് അല്ലടാ? അല്ല സാർ, എന്റെ വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് കരയാതിരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോഴും എന്തെങ്കിലും വിഡ്ഢിത്തങ്ങൾ കാണിക്കുകയോ പറയുകയോ ചെയ്ത് സ്വയം ചിരിക്കാൻ നോക്കും. കരയാൻ മാത്രം നിന്റെ വീട്ടിലെന്താ കാര്യം? അച്ഛന് പ്രാന്താണ്, അമ്മയ്ക്ക് വാദം, മൂത്ത പെങ്ങൾ ഒളിച്ചോടിപ്പോയി, ഇളയ പിള്ളേരെ പഠിപ്പിക്കാൻ കാശില്ല. ചിരിക്കാതിരിക്കാൻ പറ്റുമോ സാർ? പോട്ടെ, സാരമില്ല. അയ്യപ്പൻ ഇവിടെ പോയിരിക്കുക? എങ്ങും പോയതല്ല സാർ, അയ്യപ്പനെ കൊന്നതാണ്. കൊന്നതോ? ആര്? ദൈവം, അല്ലാതെ ആര്? അവൻ ഈ ഭൂമിക്കൊരു ഭാരമാണ്. ആ രോഹിണിയെ കണ്ണീര് കുടിപ്പിക്കുന്ന കാണുമ്പോ അവനെ കുത്തിക്കൊന്നു കളഞ്ഞാൽ എന്തെന്ന് എനിക്ക് വരെ തോന്നിയിട്ടുണ്ട്. അപ്പൊ താൻ പറയുന്നത് അയ്യപ്പൻ ജീവിച്ചിരിപ്പില്ലെന്നാണോ? സാർ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അന്യരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി അവൻ വരാതിരിക്കില്ല. ഒളിച്ചിരുന്നാൽ നടക്കുമോ സാർ? അയ്യപ്പനെ അവന്റെ മകൻ തന്നെ കൊന്നിട്ടുണ്ടെന്നാണ് എന്റെ ബലമായ സംശയം. ആ ചെറുക്കനൊരു മഹാപെശക. സാക്ഷാൽ തന്തക്കാലൻ എന്ന് പറഞ്ഞാൽ അവനാ ആ വിഷ്ണു. അങ്ങനെ തോന്നാൻ കാരണം? അയ്യപ്പനെ കാണാതായ ദിവസം അവനിവിടെ വന്നിരുന്നു. ഇതെന്റെ അവസാനത്തെ വരവാണ്, ഇനി തന്തയോട് പണം ചോദിക്കാൻ ഞാൻ വരില്ല എന്നവൻ തീർത്തു പറഞ്ഞു. അപ്പോഴേ എനിക്ക് സംശയം തോന്നി, ഇവൻ തട്ടും. സാറ് സംശയിക്കണ്ട, അയ്യപ്പനെ ആ വിഷ്ണു തട്ടിക്കളഞ്ഞിട്ടുണ്ട്. രണ്ടും ദൈവനാമങ്ങൾ, അയ്യപ്പനും വിഷ്ണു. കൊണ്ടുവന്നിട്ടുണ്ട്. ആ സ്ത്രീ ആദ്യം കൊണ്ടുവരൂ. യെസ് സാർ. വരൂ. വാടാ മോനെ. വേണ്ട, നിങ്ങൾ വന്നാ മതി. അപ്പൊ ഇവനോ? അമ്മ പോയിട്ട് വരണം, എന്നെ ആരൊന്നും ചെയ്യാൻ പോകുന്നില്ല. അയ്യപ്പന്റെ ഭാര്യയാണല്ലേ? അല്ലെന്ന് പറയാൻ പറ്റുമോ? അതെന്താ? ആ മനുഷ്യന് നാടൊട്ടുക്ക് ഭാര്യമാരല്ലേ? കൂട്ടത്തിൽ നിങ്ങൾ ഒരു ഭാര്യ അല്ലേ? ഓ, കൂട്ടുഭാര്യയാണേ. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു വിധി ആർക്കും വരുത്തല്ലേ. ബീഡി വലിച്ച് തള്ളുന്ന പോലെ അയാൾക്ക് പെണ്ണുങ്ങള്. അയാൾ ഇത്രക്കാരനാണെന്ന് ആരെങ്കിലും വിചാരിച്ചോ? ഇപ്പോൾ ഇതാ കാണാല്ലെന്ന് പറയുന്നു. അതറിഞ്ഞപ്പോ അതിലേറെ വിഷമം. അയാൾ എവിടെ പോയെന്ന് വല്ല വിവരമുണ്ടോ? എങ്ങനെ അറിയും? അങ്ങോട്ട് തിരിഞ്ഞ് കയറുകയില്ലല്ലോ. വല്ലപ്പോഴും ചെറുക്കനെ പറഞ്ഞയച്ചാൽ വല്ലതും കൊടുത്തു വിടും. ഈ പ്രാവശ്യം അവൻ ചെന്നപ്പോ അവനെ പറഞ്ഞു പറ്റിച്ച് ഒളിച്ചു കളഞ്ഞു. അവൻ പിന്നെ വീട്ടിൽ വന്ന് പിറ്റേ ദിവസമാ. രാത്രിയിൽ എവിടെയായിരുന്നു ചോദിച്ചില്ലേ? നല്ല ചേലായി. അവൻ നേരും ചൊവ്വും പറയുമോ? തന്തയുടെ മോനല്ലേ, മനസ്സുള്ളടത്തേക്ക് പോയെന്ന് പറഞ്ഞു. ഇനി എന്തായാലും രൂപയ്ക്ക് വേണ്ടി തന്തയടത്തേക്ക് പോകുന്ന ഏർപ്പാടെന്നും പറഞ്ഞ് മാറിക്കിടന്ന് ഒറ്റ ഉറക്കം. കാണാനില്ലെന്നറിഞ്ഞപ്പോ അവൻ എന്തു പറഞ്ഞു? ദൈവാധീനം, ശല്യം ഒഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു.
എനിക്കങ്ങനെ പറയാൻ ഒക്കോ സാറേ? കാലനാണെങ്കിലും കല്യാണം കഴിച്ചവനായി പോയില്ലേ. എന്തായി സാറേ, വല്ല അറിവുണ്ടോ? വല്ല പെണ്ണുങ്ങളെയും കൊണ്ട് സ്ഥലം കിട്ടുമെന്നാ എന്റെ മനസ്സ് പറയണം. വാ വാ. ആ ചെറുക്കനോട് വരാൻ പറ. യെസ് സാർ. കണ്ടു കിട്ടുകയാണെങ്കിൽ എന്നെ കൂടി ഒന്ന് അറിയിക്കണേ സാറന്മാരെ. നിങ്ങൾ ഇവിടെ ഇരിക്കും. നീ വാടാ. മോനെ, അവരതൊക്കെ ചോദിക്കും. അബദ്ധം പറഞ്ഞ് പിടിപ്പിച്ചു കളയരുത്. നീ ഇതിനു മുമ്പ് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടോടാ? ഉണ്ട്. എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. എന്തായിരുന്നു കേസ്? എല്ലാം അടിപിടിയാ. എന്നെ കാണുമ്പോ ചിലക്ക് തല്ലാൻ തോന്നും. ഞാനും തല്ലും. അവസാനം കേസുണ്ടോ വിലക്കിരിക്കും. അപ്പോ ജയിലിൽ പോകാൻ മടിയില്ല? മടിക്കുന്ന എന്തിനാ? ശിക്ഷിച്ചിട്ടല്ലേ. ഈ മുണ്ടം താത്തിയിട്ടെ വാ ഒന്ന് നോക്കട്ടെ. ഇവന്റെ ഈ രേഖ കണ്ടോ? അതിന്റെ ഫലം കഴിഞ്ഞിരിക്കുന്നല്ലോ സാർ. ഒരു ചെറിയ വെട്ട് വീണിരിക്കുന്നുണ്ടോ? സംഭവം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ആ വെട്ട് ശരിക്കും തെളിഞ്ഞിട്ടില്ല സാർ. ഈ രേഖ എന്തിനുള്ളതാണെന്ന് അറിയാമോടാ? കൈമടക്കാൻ. അതല്ല ചോദിച്ചത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇല്ല. ഈ രേഖ കയ്യിലുള്ളവർ കൊലപാതകം ചെയ്യും. നീ അത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തു കഴിഞ്ഞു. അതിന്റെ തെളിവാണിത്. എങ്കിലും സ്വന്തം അച്ഛനെ തന്നെ തട്ടിക്കളഞ്ഞുള്ള വിഷ്ണു. ഓട്ടെ, സാരമില്ല, ഞങ്ങൾ സഹായിക്കാം. ശവം എവിടെ ഇട്ടിരിക്കുന്നു? അപ്പോൾ എന്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് തീർച്ചയാണ് സാർ. നീയല്ലേ കൊന്നത്? സത്യം പറയല്ലോ സാറേ. കൊല്ലണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സൗകര്യത്തിന് കിട്ടിയില്ല. അപ്പോ നീ സത്യം പറയില്ല? ഞാനെന്തിനാ സാറേ നുണ പറയുന്നത്? സ്വന്തം അച്ഛനല്ലേ, കൊന്നെങ്കിൽ കൊന്നെന്ന് പറയും. അച്ഛനോട് രൂപ വാങ്ങിക്കാൻ നാടകയ്ക്കാൻ പോയില്ലേ? എന്നിട്ട് അവസാനം അച്ഛനെയും കാത്ത് ഗേറ്റിൽ നിന്ന് എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ തന്ന ബാലവാലൻ എന്ന് പറയുന്ന ആളാ. അവിടെ നിന്ന് അങ്ങോട്ട് പോയി? നേരെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് വീട്ടിൽ ചെന്നില്ലല്ലോ? അതങ്ങനെ ബസ് കിട്ടണ്ടേ? നീ പറയുന്ന മുഴുവൻ നുണയാണ്. ബാലഗോപാലോട് വണ്ടിക്കൂലും വാങ്ങി നീ നേരെ പട്ടഷാപ്പിലേക്കല്ലടാ പോയത്? ഞാൻ പട്ടയടിക്കാറില്ല. നീ പട്ടയടിക്കാറില്ല? അയ്യപ്പൻ അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ പോയതാ. അയ്യപ്പൻ അവിടെ ഉണ്ടായിരുന്നു. നീ വഴിയിൽ കാത്തു നിന്നു. കുടിയും കഴിഞ്ഞ് ലെക്ക് കെട്ട് വരുന്ന അയ്യപ്പനെ വഴിയിൽ കാത്തു നിന്ന് നീ കുത്തി കൊന്നിട്ട് ശവ ഇവിടെ മറവ് ചെയ്തു വല്ലടാ? എങ്കിൽ പിന്നെ എന്നെ ഇങ്ങോട്ട് അറസ്റ്റ് ചെയ്തോ സാറേ? എന്തോന്ന്? എല്ലാം കണ്ടു പോലെ സാറ് പറയുന്നു. ഇനി ഞാൻ വല്ലതും പറഞ്ഞ ഇങ്ങോട്ട് യേശു അറസ്റ്റ് ചെയ്തോ സാറേ? കേസ് കോടതി വരുമ്പോ ഞാൻ കാര്യം പറഞ്ഞ് പുറത്തു പോന്നോളാം. അപ്പൊ നീ ലോ പോയിന്റ് ഒക്കെ പഠിച്ചു വന്നില്ലടാ കൊലപാതകത്തിന് ഇറങ്ങിയിരിക്കുന്നു. നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാതെ ഞാൻ എന്നിട്ട് പറഞ്ഞേ ഇവരെ പിടിച്ച് ലോക്കപ്പി. എന്നിട്ട് ആ സ്ത്രീയെ പറഞ്ഞേച്ചേക്ക്. അയ്യോ, എന്റെ മോനൊന്നും ചെയ്യരുതേ. ഇല്ല സാർ, അയ്യപ്പന്റെ മകനെ എനിക്ക് പരിചയമേ ഇല്ല. അയ്യപ്പനെ അന്വേഷിച്ച് ആ ദിവസം ആരും ഷാപ്പിൽ വന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ പുറത്താരെങ്കിലും വന്നു നിന്ന് പോയിട്ടുണ്ടോ? വഴക്ക് കഴിഞ്ഞ് ബാലഗോപാലൻ നിങ്ങൾ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞല്ലോ. അയ്യപ്പൻ എങ്ങോട്ട് പോയി? അയ്യപ്പൻ അവിടെ തന്നെ ഇരുന്നു. എന്നും നേരം വിളിക്കണ മുമ്പ് അവനെ ശരിപ്പെടുത്തില്ലെങ്കിൽ അയ്യപ്പനാ ഇങ്ങനെ വിളിച്ചോ. ആ വാ, നമുക്കൊന്ന് മിനിയും കളയാം. വാ ദാപ്പു, ഇപ്പൊ തന്നെ കണക്കിലധികം കുടിച്ചിട്ടുണ്ടല്ലോ അയ്യപ്പ. ഇന്നിനി വേണോ? നാളെ പോരെ? ഞാൻ കടം പറയുമെന്ന് പേടിച്ചിട്ടായിരിക്കും അല്ലേടാ. നിന്റെ ഈ ചാരാക്കിട മുഴുവൻ വിലയ്ക്ക് മേടിക്കാനുള്ള രൂപ ഈ അയ്യപ്പന്റെ കയ്യിലുണ്ട്. ഇപ്പോഴുണ്ട്, ഇന്നുണ്ട്. കൊണ്ടുപോടാ, കുപ്പി. അല്ല, മനസ്സിലായില്ല. അല്ല, ഞങ്ങൾക്കും മനസ്സിലായില്ല. നമുക്ക് ശരിയൊന്നും മനസ്സിലായിക്കളയാം. 2 കുപ്പി ഞങ്ങൾക്ക് വേണ്ടിയാണേ വാങ്ങിക്കണ്ട. ഞങ്ങൾ ആവശ്യത്തിന് കുടിച്ചു കഴിഞ്ഞു. ശാരായത്തിന് അളവ് വേണം. ആ ഇറങ്ങിപ്പോയവര് എവിടെയുള്ളവരാണെന്ന് അപ്പൂരറിയാമോ? ഇല്ല സർ. അവർ ഇതിനു മുമ്പ് അവിടെ വന്നിട്ടുണ്ടോ? ഇല്ല സർ, അതിന് മുമ്പും വന്നിട്ടില്ല, അത് കഴിഞ്ഞും വന്നിട്ടില്ല. അയ്യപ്പൻ കുറച്ച് രൂപ വാരി പുറത്തിട്ടെന്ന് പറഞ്ഞല്ലോ. അതെ സർ. അത് എത്ര രൂപ കാണുമായിരുന്നു എന്നാണ് അപ്പുവിന്റെ ഊഹം? എത്ര രൂപ കാണുമായിരുന്നു പറയാൻ പറ്റില്ല സർ. 1-2 100 രൂപ നോട്ടുകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അയ്യപ്പനെ കാണാതായതിൽ ആ ഇറങ്ങിപ്പോയവർക്ക് എന്തെങ്കിലും പങ്കുള്ളതായിട്ട് അപ്പുവിന് തോന്നുന്നുണ്ടോ? അതിപ്പോ ഞാനെന്ത് പറയാനാണ് സാർ? അവരെ വീണ്ടും കണ്ടാൽ അപ്പുവിന് തിരിച്ചറിയാമോ? തിരിച്ചറിയാം സർ. അയ്യപ്പൻ കുടി കഴിഞ്ഞ് അവിടെ നിന്ന് എപ്പോഴാ പോയത്? അയ്യപ്പ ഒന്ന് പോയാട്ടെ അയ്യപ്പ, എനിക്ക് കട കിടക്കണം അയ്യപ്പ. എത്രയായി? 22 രൂപ 40 പൈസ. ഒരു കൊണ്ടുപോവാ.